പറയുന്നത് ഇവിടെ ഒരു വഞ്ചി പോലത്തെ ഒരു സാധനം ഉണ്ട് ചേട്ടാ. അതിന്റെ പേര് വഞ്ചിയല്ലേ? വഞ്ചി ഉണ്ട്. അപ്പോൾ ഇവര് വഞ്ചിയിൽ കൊണ്ടുപോകാന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം ആട്ടത്. എത്ര വഞ്ചി പോയിട്ടില്ല. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിച്ചു. എല്ലാ പോവങ്ങളൊക്കെ കഴിച്ചു. നല്ല എന്താ പറയാ, ഇവിടെ കുളിക്കുന്നുണ്ട്. അത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ വഞ്ചിയിലോട്ട് പോവാം, കാണിച്ചു തരാം. വ്യൂ നോക്കിക്കോ ഗൈസ്. വീടുകൾ കഴിഞ്ഞ് ബാക്ക് സൈഡാണ് വരണ്ടേ. നല്ല വെയിലുണ്ട്. വഞ്ചിയിലായിരിക്കുന്നേ. மீன் பிடிக்கிறதுக்கு ஏதாவது சைடு போகிறது அப்படின்னா മല അല്ലേ? ഇവിടുന്ന് മലയൊക്കെ കാണാം. ചേട്ടോട് വന്നിട്ടില്ലല്ലോ? இன்னும் வரல, இந்த மாதிரி வரல. ആടുന്നുണ്ട് കഴിച്ചത് ചെറുതായിട്ട്. ഇവിടെ எல்லாம் ஆளுங்க கம்மி. இப்போ நாங்களா இருந்தா குளிங்க நீஞ்சி வந்துடலாம். புதுசா இருந்தா கொஞ்சம் ஏய் என்ன ஆகாது கம்மி. சரி ஒண்ணும் இல்லை. இன்னும் மாமு வரா. അത് கொஞ்ச നേരം அந்த പയ ഇവിടെ കാണുന്നതാണ് ഭവാനി പാലം ഗൈസ്. வேணாண்ணா விட்டுறா பார்த்த കല്ലാണ് നമ്മളിപ്പോൾ ഈ സൈഡിലോട്ടാണ് പോകുന്നത്. കല്ലിൻ്റെ മേലോട്ട് നിൽക്കാനാ പോകുന്നത് ഗൈസ്. ഇതാണ് വ്യൂ. ഇവിടെ കല്ലിൻ്റെ മേത്ത് നിൽക്കുന്നേ. നമ്മൾ വഞ്ചിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കല്ല് പോലെയൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റുന്ന കാരണം അപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുക. നല്ല രസമുണ്ട്. ക്ലൈമറ്റും കൊള്ളാം. കുറച്ച് ചൂടാണ്, പക്ഷെ വെള്ളം നല്ലതാണ്. നല്ല രസമുണ്ട്. ഇവിടെ വരാം. ഇവിടുന്ന് ഭവാനി ബസ് സ്റ്റോപ്പിൽ നിന്ന് എவ்வளோ കിലോമീറ്റർ ചെയ്ത് 2 കിലോമീറ്റർ 2 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വരാം. ഇവിടെ അതേപോലെ തന്നെ ജപക്കാളം കാർപ്പറ്റ് വാങ്ങുവാണെങ്കിലും വാങ്ങിക്കാം. ഞാൻ നമ്പർ താഴെ ഇടാം. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടവർ വാങ്ങിക്കാം. അത് മൾട്ടിപർപ്പസ് ആണ്, എന്തിനു വേണം യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. നിങ്ങൾക്ക് ഇവിടെയുള്ള അവരുടെ കൾച്ചറും അതേപോലെ തന്നെ അവരുടെ വീടുകളും നമ്മുടെ കേരളത്തിലുള്ള പോലെയല്ല വീടുകൾ. അപ്പോൾ അതും കാണാം. അതേപോലെ തന്നെ അവരുടെ കാലങ്ങളായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ തൊഴിലും കാര്യങ്ങളും കാണാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഞങ്ങൾ വഞ്ചിയിൽ കറങ്ങിയത്. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വഞ്ചിയിൽ കയറി കുറേ നേരം ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
കുറച്ച് ഇനി കുറേ ദൂരം പോകാൻ പറ്റൂല. എന്താന്ന് വെച്ചാൽ 1 കിലോമീറ്ററാണ്. അപ്പോൾ ഇവിടെ ഇനി കുറേ ദൂരം കൂടി പോകാൻ പറ്റൂല. എന്താന്ന് വെച്ചാൽ ഇവിടെ താഴേക്ക് കല്ലാണ് അത്ര, പിന്നെ ആഴം കുറച്ച് കൂടുതലാണ് ഈ സെൻറ്റർ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാവരും കുളിക്കും ഒക്കെയാണ്. അത് നമ്മൾ മറ്റേ ഒരു കൂടുതുറ ടെമ്പിളൊക്കെ കണ്ട് വെള്ളം പോകുന്നുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുപോലെ ഈ ഒഴുക്കാണ് അവിടെയും കാണുന്നത്. ഗൈസ് ഇത് ഇവിടുത്തെ അമ്പലം എന്നാ പറയുന്നത്, ഈ നാട്ടിലുള്ള അമ്പലം. അണ്ണാ இந்த இடத்து பேர் என்னன்னா? காவேரி ஆறு. ഇല്ല, ഉങ്ക ഊരോടെ പേര് കുറുപ്പനായക്കമ്പാളയം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വഞ്ചി യാത്രയിലാണ്. നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ കരയിലോട്ട് പോവുകയാണ്. അവിടെയാണ് കര. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെയിലുണ്ട്, പക്ഷേ രസമുണ്ട് ആണത്. ഇവിടെ ഒരു മലയൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നാൽ നല്ല രസം. ശരിക്കും എൻജോയ് ചെയ്തത്. അവര് ടൂറൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുപോലത്തെ ഫീലാണ്. പിന്നെ നല്ല ആൾക്കാരാണ് ഇവിടെ. നമ്മളോട് ട്രീറ്റ് ചെയ്യുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. നല്ല രീതിക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങളിത് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ എന്താ പറഞ്ഞു വെച്ചാൽ ജപക്കാളം കാണിച്ചു തരണം, അതെങ്ങനെയാണ് നെയ്യുന്നത് കാണണം എന്ന് ഞങ്ങൾക്ക് നമ്മുടെ അവിടെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വന്നു, അവരുടെ അമ്പലങ്ങൾ കാണിച്ചു തരിക, അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളും ഇവിടെ വന്ന് അഞ്ചിലേക്ക് എൻജോയ് ചെയ്ത് നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. അൻസൽ ചേട്ടനും എനിക്ക് അറിഞ്ഞ് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ അറിയുന്നില്ല, വെള്ളം ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഓക്കെ, ഇത് പുഴയാണല്ലോ, അപ്പോൾ ഇത് അങ്ങോട്ട് കാവേരിയാണ് ഈ പുഴൻ്റെ പേര്. ഇപ്പം ഇത് ഒഴുക്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ റിട്ടേൺ എടുത്ത് പോകാനായിട്ടൊന്നും പറ്റൂല. എന്ന് വെച്ചാൽ തുഴഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ഒഴുക്ക് ഒരുപാടായതുകൊണ്ട് നമ്മളത് അടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് ഈ കല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒഴുക്ക് കുറച്ച് കുറവുള്ള ഭാഗത്തുനിന്ന് എടുത്ത് പിന്നെ അങ്ങനെയാണ് യൂട്ടിൻ അടിച്ച് പോകുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഒഴുക്കാണ്, അപ്പോൾ അടിച്ചുകൊണ്ട് പോകും. പിന്നെ ആഴം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതാണ്. പക്ഷേ സേഫാണ്, അത്ര പേടിക്കാനൊന്നുമില്ല. என்ன பண்றாங்க? யாரு லேத் பட்டறைக்கு வெல்டிங் இதெல்லாம் அட்டை போட ட்ரெஸ் ஒர்க் இல்ல? ஆமா, ட்ரெஸ் ஒர்க். നമ്മുടെ കമ്പനി പോட்டுருக்கோம்ல வெளியில, அதெல்லாம் ஒர்க் செய்ய ஷாப் எடுக்கണ്ടേ? அது குഴപ്പമില്ല, വെയിലാണ് ഗൈസ്, നല്ല വെയിൽ. പക്ഷേ ഓക്കെ, ഒരാള് വെയിൽ കൊണ്ട് കാര്യമില്ല. അല്ല, എനിക്കൊരു കണ്ണാടി വെച്ചിട്ടുള്ള നമ്മുടെ കണ്ണിൽ അത്ര അടിക്കത്തില്ല. மீன் பிடிக்கும் இந்த கேப்ல போச்சுன்னா உள்ள போய் விரிஞ்சு இந்த கேப் இருக்குது இல்லைங்க, அதில் போச்சுன்னா கீழே போச்சுன்னா வராது. കരയിലോട്ട് വന്നിട്ട് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചേ. ഓക്കെ, ഇറങ്ങട്ടെ. വന്നു ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവര് ഇപ്പോൾ ഈ തോണി ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകും. ഇവർ മെയിനായിട്ട് ആ വഞ്ചി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൂടി അതിൻ്റെ ജീവിത മാർഗ്ഗമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളത് ഇറങ്ങി ഇനി എന്താ കാണിക്കാൻ പോകുന്നത് അറിഞ്ഞൂടാ. ഇല്ല വേണ്ട, ടീ ഓൾറെഡി കുടിച്ചു. இதே 2 வீடியோ தான் போட முடியும். அக்கா பாய்க்கா. ഗൈസ്, നമ്മൾ പോവുകയാണ് ഗൈസ്. ഇന്നത്തേക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും. ഇവിടെ കടയൊക്കെ ഉണ്ട് ചേട്ടാ, പെട്ടിക്കട, ഈ ഇടയിൽ പെട്ടിക്കട.
ഒന്ന് വാങ്ങി കൊടുക്കാൻ വാങ്ങാമ വന്നിരുന്നത് അത് ரொம்ப കഷ്ടമായിരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ അവിടെ മറ്റേ വഞ്ചിലൊക്കെ പോയി അവിടെയുള്ള നെയ്ന്നൊക്കെ കണ്ടു. ഇനി നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് പനീർ സോഡ കുടിക്കാനാണ്. ഓക്കെ, പനീർ സോഡ കുടിക്കാൻ വന്നിരിക്കുക. നല്ല വെയിലിന് സൂപ്പർ സാധനം. എല്ലാവരും ട്രൈ ചെയ്യണം.